ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഏജ്. ഇന്ന് ഡേ 3 ആണ്. നമ്മൾ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്തത്. അപ്പം രാവിലെ തന്നെ 8:30 ഹോട്ടലിന് ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷണം അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ അല്ല, അതുകൊണ്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. ഈ 11 കിലോമീറ്റർ ആണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ളത്. ഇതാണ് നമ്മളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടർ. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് അഡൾട്ടിന് 150, ചൈൽഡിന് 90 ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഗ്യാലറി ഉണ്ട്. ആ ഗ്യാലറിയിൽ പോയിട്ട് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ അഡൾട്ട്സിന് 380, ചൈൽഡ്സിന് 230 ആണ്. പിന്നെ ഇവിടെ റഷ് ഉള്ള സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ തന്നെ ഒരു ക്യൂ ഉണ്ട്. അഡൽട്ട് എന്ന് പറയും, അത് എക്സ്പ്രസ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ വരുന്ന ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1030 ആണ്. ചിൽഡ്രൻസിന് 1030. അപ്പോൾ നമുക്ക് അവിടുന്ന് ക്യൂലൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്താൽ പെട്ടെന്ന് തന്നെ അകത്ത് കയറാൻ പറ്റും. ഇവിടെ ഇപ്പം ഓൺലൈൻ ടിക്കറ്റാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതില്ല, അതായത് നമുക്ക് കൗണ്ടറിൽ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ അവരെടുത്ത് നിന്ന് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 3-4 ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ തന്നെ ഇങ്ങനെ കിട്ടും. നമുക്ക് ഓൺലൈൻ ഗൂഗിൾ പേയിലോ ഏത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഈ ഫോണിലുള്ള ഈ സ്ലിപ്പ് കയ്യിൽ വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ അടുത്ത്. ജസ്റ്റ് നമ്മളെ ഈ സ്റ്റാച്യു മാത്രമല്ല, കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഇതിൻ്റെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ഡേ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇതാ ബസ്സിൽ കയറുകയാണ്. ഇതാണ് നമ്മളെ ബസ്. നമ്മൾ ആകെ 4 പേരാണ് ബസ്സിൽ കയറി. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബസ് പോകുന്നത്. അപ്പോൾ നമ്മൾ 4 പേര് മാത്രമായിട്ട് ഇതാ പോവുകയാണ്. പിന്നെ ബസ് AC ബസ്സാണ് കേട്ടോ. AC ബസ്സാണ്, ഫുൾ ലോക്കലാണ്. നമ്മൾ ആകെ 3 പേരേ ഉള്ളൂ, 4 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പം തന്നെ ഇവിടെ ഡിലേ ഇല്ലാതെ അവർ നമ്മളെ ജസ്റ്റ് അങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ വ്യൂ ബസ്സിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ എൻട്രി.
എക്സ്പ്രസ് എൻട്രി ടിക്കറ്റിലുള്ളൊരു PDF ആണ് നമ്മൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് PDF വഴിയാണ് നമ്മളങ്ങനെ വേൾഡിലെ ടോളസ്റ്റ് സ്റ്റാച്ചു ആയിട്ടുള്ള സ്റ്റാച്ചു ഓഫ് യൂണിറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതിന് 182 മീറ്റർ ഹൈറ്റ് ആണുള്ളത്. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ചൈനയിലെ സ്പ്രിംഗ് ഓഫ് ബുദ്ധ ടെമ്പിളാണ്. അപ്പം നമ്മളുടെ ആണ് വേൾഡിലെ നമ്പർ 1 ടോളസ്റ്റ് സ്റ്റാച്ചു. റാംവി സുതർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1700 കോടിയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ നർമ്മദ റിവറിലെ സർദാർ സരോവർ ഡാമിനെ അഭിമുഖീകരിച്ചാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റാച്ചു നിൽക്കുന്നത്. നമ്മളെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് 562 നാട്ടുരാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി യുണൈറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത എഫേർട്ടിനെ പരിഗണിച്ചിട്ടാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതായത് ഏകത്വത്തിൻ്റെ പ്രതീകമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ശില്പം ഇവിടെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ ആദ്യത്തെ വൈസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇവിടെ വന്നാൽ തന്നെ ഈ സ്റ്റാച്യുവിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഈ ഒരു ഇത്രയും വലിയ ആകാശമുട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, എടുത്ത് വന്നാൽ തന്നെ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് എന്നൊക്കെ പറയുമ്പം തന്നെ ആലോചിച്ചാൽ മതി. സംഭവം എന്തായാലും അടിപൊളിയാണ്. നമ്മളിനി ഗാലറി വ്യൂ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുകളിൽ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. ഇത് നമ്മളെ ഇനാഗ്രേഷന് സമയത്തുള്ളതാണ്. ഇത് 2018 നമ്മളെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈ നമ്മളെ ലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത്. അതിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഫലകമാണിത്. ഇതാണ് ആ നമ്മൾ 300 റുപ്പീസിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഗാലറി വ്യൂ എന്ന് പറഞ്ഞിട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തരുന്നത്. അത് ജസ്റ്റ് മുകളിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേസിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കിയിട്ടുള്ള ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ്. വ്യൂ അടിപൊളിയാണ്. പക്ഷെ എന്നാലും ഈ ഒരു എമൗണ്ടിന് ഈ ഒരു സംഭവം വർത്തുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈ ഒരു കാര്യം അടിപൊളിയാണ് കേട്ടോ. അതായത് എസ്കലേറ്റർ ഉണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇപ്പം ടോപ്പിൽ സ്റ്റാച്യൂൻ്റെ അടുത്തേക്കാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് നമ്മൾ നടന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് നടന്ന് പോകാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും എസ്കലേറ്റർ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള വീൽ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്.
സമയം ഇപ്പോൾ 2 മണിയായി. ഞങ്ങളിതാ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് ഇറങ്ങി ഇനി ഉദയ്പൂരിലേക്ക് ഉള്ള യാത്രയിലാണ്. ഒരു രാത്രി 10 മണിയാകുമ്പോഴേക്കെങ്കിലും ഉദയ്പൂരിലെത്തണം. അപ്പോൾ ഞങ്ങളെ യാത്ര തുടരട്ടെ. എന്തായാലും സ്റ്റാച്യു ഓഫ് യൂണിറ്റി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഒരു VIP വന്നിട്ടുണ്ട്. അതിൻ്റെ ഏതോ VIP വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇപ്പം 2 മണി കഴിഞ്ഞു, ഓൾറെഡി 2:30 ആയി. അപ്പം നമുക്കിവിടെ 1 മണിക്കൂറത്തേക്ക് ബസ്സൊന്നും ഇങ്ങോട്ടേക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് ബസ് വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഫുൾ ടീം ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ കാത്ത് നിൽക്കുകയാണ്. നമ്മളെ ജസ്റ്റ് VIP മാത്രം പരിഗണിക്കണുള്ളൂ. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്നാണ്. നമ്മളിവിടെ ലോക്കാണ്. നമ്മളിപ്പോൾ വഡോദരയിലെ ഗുജറാത്തിലെ വഡോദര സിറ്റിയിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പം 4:45 നമ്മൾ ഉദയ്പൂരിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ രാജസ്ഥാനിലേക്ക് പോകുന്ന വഴിക്ക് വഡോദരയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഇവിടെ അവരെ ഗ്രാമങ്ങളിലൂടെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം നാഷണൽ ഹൈവേ ഒന്ന് മാറ്റി പിടിച്ചിട്ട് സ്റ്റേറ്റ് ഹൈവേ പിടിച്ചു. കാരണം ഗാന്ധിജി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചുമ്മാ യാത്ര ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൂടെ പോവുകയാണ്. എന്തായാലും ഒരു 1/2 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരിക്കും അവിടെ എത്താൻ. എന്നാലും സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെത്തിയാണ്. ഇവിടുന്ന് ഉദയ്പൂർക്ക് 120 കിലോമീറ്റേഴ്സ് ആണ്